ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, ഈ കോൺഗ്രസ് നേതാക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ 2 കോൺഗ്രസ് നേതാക്കൾ കെ സുധാകരനും വി ഡി സതീശനുമാണ്. ഇവരെ രണ്ടുപേരെയും ഈ കത്തുമായി അച്ഛൻ നിർദ്ദേശിച്ചതനുസരിച്ച് കാണാൻ പോയത് ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കാമോ? എന്താണ് അവർ പറഞ്ഞതെന്ന്? ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്നോട് മോശമായ രീതിയിലൊന്നും അവർ അങ്ങനെ സംസാരിച്ചിട്ടില്ല. നോക്കാം, ശ്രമിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇതിലൊരു വാക്കും ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഞാൻ മാറിയിട്ടുമില്ല, ഒന്നുമില്ല. ഇതിൽ മാറിയത് അവർ പറഞ്ഞതിൽ എന്തോ മാറ്റം ഉണ്ട് എന്ന രീതിയിലാണ് വന്നത്, പുറത്തു വന്ന ഇത്. അല്ലാതെ ഞാനിതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അല്ല, ഇപ്പോൾ അച്ഛൻ വിശ്വസിച്ചത് പാർട്ടി ഈ കടബാധ്യത ഏറ്റെടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നേരത്തെ അദ്ദേഹം പാർട്ടിയോട് പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മകൻ്റെ ജോലി, ജിജുവിൻ്റെ ജോലി തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ ജിജുവിനൊരു ജോലി കൊടുക്കണമെന്ന് അദ്ദേഹം പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കടബാധ്യത സംബന്ധിച്ച കാര്യം പാർട്ടിയോട് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും നിറവേറ്റില്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത്. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം ഈ കടബാധ്യത പാർട്ടി ഏറ്റെടുക്കണം, എൻ്റെ കുടുംബത്തെ ജീവിക്കാൻ, അതായത് നിങ്ങളെ സമാധാനപൂർവ്വം ജീവിക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിലൊരു ഉറപ്പാണല്ലോ നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഉറപ്പ് കിട്ടുന്ന വിധത്തിലാണോ അവിടെ കാര്യങ്ങൾ ഉണ്ടായത്? അവർ തീരുമാനിച്ച് പറയാം എന്ന രീതിയിലാണ് പറഞ്ഞത്. കാരണം ഞാനിത് ഇത് ചെയ്തതൊന്നുമല്ല. ഈ പോലീസിൻ്റെ ഇത് വന്നു, അന്വേഷണം വന്ന സമയത്ത് എനിക്ക് കത്ത് കൈമാറേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ എനിക്കത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അല്ലാതെ ഇതിൽ വേറെ ഇതിൽ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. തീർച്ചയായും താങ്കൾ അച്ഛനും സഹോദരനും നഷ്ടപ്പെട്ട ഒരു മകനാണ്, ഒരു സഹോദരനാണ്. ആ ഒരു വൈകാരികത മനസ്സിലാക്കുന്നുണ്ട്. അത്രയും ദാരുണമായ സംഭവമാണ്.